ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലോട്ട് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രാവൽ വ്ളോഗ് ഓഫ് കൊല്ലങ്കോട് പാർട്ട് 2 വീഡിയോ ആണിത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നെന്മേനി മാതൃക കള്ളുഷാപ്പിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, വളരെ വളരെ ടേസ്റ്റി ആയിരുന്നു. അതേപോലെ തന്നെ ഇത് നല്ലൊരു ഫാമിലി റെസ്റ്റോറൻറ്റ് കൂടിയാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് പിന്നെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഫൈനലി നമ്മളിതാ ഈ സോഷ്യൽ മീഡിയയിൽ മാത്രം കണ്ടിട്ടുള്ള ചെല്ലപ്പൻ ചേട്ടൻ്റെ ചായക്കട അത് ഞങ്ങൾ നേരിൽ കണ്ടു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ ഗൈസ്. അവിടുത്തെ ഒരു വൈബും ആ ഒരു നൊസ്റ്റാൾജിയ പിടിച്ച ആ ഒരു അറ്റ്മോസ്ഫിയറും ചായയും പരിപ്പുവടയും ആഹാ എന്തൊരു രസം. അങ്ങനെ നമ്മളൊരു ചായയും പരിപ്പോടെയൊക്കെ കുടിച്ചിട്ട് നെക്സ്റ്റ് പോയത് ചിങ്ങഞ്ചിറ കുറുപ്പസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. സത്യം പറയാലോ, ഞാൻ ഇങ്ങനത്തെ ഒരു ക്ഷേത്രം ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കാരണം അവിടുത്തെ ഒരു ആരാധനാമൂർത്തി എന്ന് പറയുന്നത് ശരിക്കും പ്രകൃതി തന്നെയാണ്. അത്രയും മനോഹരമായിട്ടുള്ള ഒരു ലെവലിലായിരുന്നു ആ ഒരു ക്ഷേത്രത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. ചുറ്റും ആൽമരങ്ങളാലൊക്കെ ചുറ്റപ്പെട്ട് ശരിക്കും പറഞ്ഞ ഒരു പ്രകൃതി ക്ഷേത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. പിന്നെ അവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കൾക്കൊക്കെ ഇരിക്കാനുള്ള സെറ്റപ്പിലുള്ള ഓരോരോ ആൽമരത്തിൻ്റെ ശാഖകളും അതേപോലെ ആടാനും എല്ലാത്തിനും പറ്റുന്ന ഒരിതായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോയത് പെരിങ്ങോട്ടുകുറിശി കളത്തിലേക്കാണ് കേട്ടോ. അവിടെ കളത്തിലത്തെ വൈബാണെങ്കിൽ പറയണ്ട, ശരിക്കും എന്താ പറയുക, നമ്മൾ കുറേയൊക്കെ ബാക്കിലേക്ക് പോയ പോലെ നമുക്ക് തോന്നും. നമ്മുടെ ആ ഒരു പഴയ കാലഘട്ടത്തിൻ്റെ ഓർമ്മകളൊക്കെ ഇതേപോലത്തെ കളങ്ങളും മനകളൊക്കെ അല്ലേ. പക്ഷേ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും കാണാൻ കഴിയില്ല കേട്ടോ. പക്ഷേ ഇന്നും നമ്മുടെ കേരളത്തനിമ നിലനിർത്തുന്ന ഇതുപോലുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ നമ്മൾ കൊല്ലങ്കോട് തന്നെ വരണം കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് നന്നായി ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാന്തമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ദാഹം വന്നപ്പോൾ അത് അടുത്തൊരു കിണർ കണ്ടു. അവിടെ നിന്ന് ഞങ്ങൾ വെള്ളമൊക്കെ കോരി കുടിച്ചു കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ പിന്നെ പോയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം എടുത്ത് പറയത്തക്ക ഒരു സ്ഥലമൊന്നുമല്ല. പക്ഷേ അവിടെ ഇരുവശങ്ങളിലായിട്ട് കുറേ മാന്തോപ്പുകൾ കാണാം കേട്ടോ. അപ്പോൾ മാന്തോപ്പിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാന്തോപ്പിലൊക്കെ പോയി ഞങ്ങൾ ഈ ഇരുന്ന് ആടാൻ പറ്റിയ തരത്തിലുള്ള ചില്ലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും മക്കളൊക്കെ കുറച്ച് നേരം അതിലൊക്കെ സർക്കസ് കാണിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് താമരപ്പാടത്തിലേക്കാണ് കേട്ടോ. താമരപ്പാടത്തിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം കുറേ നെൽപ്പാടങ്ങൾക്ക് നടുവിൽ ഇതുപോലൊരു സെറ്റപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ മനോഹരമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിത് ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ട് താമരപ്പാടത്തിലേക്ക് എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് കയറി കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ നാത്തൂനാട്ടോ. അപ്പോൾ ആൾ എൻ്റെ ഒരു എന്താ പറയുക, ഒരു സിസ്റ്ററിനെ പോലെ തന്നെയാണ്. ഭയങ്കര വൈബാണ് പുള്ളിക്കാരി. നമ്മുടെ ക്യാരക്ടറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പൊട്ടിത്തെറി ക്യാരക്ടർ തന്നെയാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങൾ താമരപ്പാട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരിക്ക് ഓൾറെഡി ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ നാത്തൂൻ്റെ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഷംന ലക്കിടി എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ ഇതാ ഈവനിങ് ഒരു 6 മണി ആ റേഞ്ചൊക്കെ ആയപ്പോൾ ഞങ്ങളിതാ വീട്ടിലേക്ക് റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വരുന്ന വഴി ഇതാ മോളൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാഴ്ച കണ്ടു ഗൈസ്. അപ്പോൾ നമ്മളിതാ വരുന്ന വഴി കണ്ടില്ലേ കാളവണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ തന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.